ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ നീക്കം ചെയ്യാൻ കള്ളരേഖകൾ ഉണ്ടാക്കി അപേക്ഷ നൽകിയ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കണമെന്ന് യു.ഡി.എഫ് ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട 200-ലധികം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഫോം 7 പ്രകാരം ബി.ജെ.പി. നേതാക്കൾ അപേക്ഷ കൊടുത്തിരുന്നത്. മരണം, താമസിക്കുന്ന സ്ഥലത്ത് വോട്ട് ഉണ്ടായിട്ടും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അങ്ങനെയുള്ളവരെ നീക്കം ചെയ്യാനാണ് ഫോം 7 ഉപയോഗിക്കുന്നത്. യു.ഡി.എഫ് നേതാക്കൾ സംയോജിതമായി ഇടപെട്ടതിനാൽ മാത്രമാണ് കള്ളരേഖകൾ ചമച്ച വോട്ടർമാരെ നീക്കം ചെയ്യാനുള്ള ബി.ജെ.പി. നീക്കം പാളിപ്പോയത്. കള്ളാപേക്ഷ കൊടുത്ത ബി.ജെ.പി. നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യു.ഡി.എഫ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി തളിക്കുളം വില്ലേജ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ഡി.സി.സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.എ. ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. യു.ഡി.എഫ് പഞ്ചായത്ത് ചെയർമാൻ പി.എം. അബ്ദുൾ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, പി.എ. ഷൗക്കത്ത് അലി, കെ.എസ്. റഹ്മത്തുള്ള, പി.എസ്. സുൽഫിക്കർ, രമേശ് ഐനിക്കാട്ടുപറമ്പിൽ, വി.കെ. നാസർ, ഗഫൂർ തളിക്കുളം, നാസർ പോക്കാക്കില്ലത്ത്, പി.എം. സിറാജ്, നീതു പ്രേംലാൽ, സഹിദ സിറാജ്, നാസിദ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. അത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക മുതൽ മഹാരാഷ്ട്രയും ഹരിയാനയും ബീഹാറും വരെ രാജ്യത്തിനോട് വിളിച്ചു പറഞ്ഞത്, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഓർമ്മിപ്പിച്ചത് നമ്മുടെയെല്ലാം മുന്നിലുണ്ട്. ഇവിടെ തന്നെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എംപിയും കേന്ദ്രമന്ത്രിയുമായിരിക്കുന്ന സുരേഷ് ഗോപിയുടെ വോട്ട് പോലും അത് കള്ളരേഖകളുണ്ടാക്കി, കൃത്രിമ രേഖകളുണ്ടാക്കി, ചമഞ്ഞുണ്ടാക്കിയതാണ് എന്ന സത്യം പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. ഒരു വ്യാജ എംപിയാണ്, വ്യാജ കേന്ദ്രമന്ത്രിയാണ് നമ്മുടെ പാർലമെന്റിനെ പ്രതിനിധീകരിക്കുന്നത് എന്ന അപമാനകരമായ ജനാധിപത്യ സാഹചര്യത്തെ ഞാനും നിങ്ങളുമെല്ലാം മുഖാമുഖം അഭിമുഖീകരിക്കുകയാണ്. ഈ പറഞ്ഞതെല്ലാം നമുക്ക് പുറത്തു നിന്നാണെങ്കിൽ, സംസ്ഥാനത്തിന് പുറത്തു നിന്നാണെങ്കിൽ, പാർലമെന്റിനകത്ത് തൃശൂർ പാർലമെന്റിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ വോട്ട് ചോരി വന്ന് നമ്മുടെ ബൂത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്കു നേരെ വരെ പ്രയോഗിക്കുന്ന തരത്തിലേക്ക് ബി.ജെ.പിക്കാരന്റെ സംഘപരിവാർ ശക്തികളുടെ ആസൂത്രിത ശ്രമം നടക്കുകയാണ്. ഇവിടെ ശ്രീ സുനിൽ ലാലൂർ പറഞ്ഞത്, എന്നോട് പങ്കുവച്ചത്, ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയ ആൾ നാട്ടിക നിയോജകമണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് നാട്ടികയിൽ വരികയും RSSകാരായ ശിങ്കിടികളെ കൊണ്ട്, കിങ്കരന്മാരെ കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ, അതല്ലെങ്കിൽ പേര് നോക്കി ചില ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരുടെ വോട്ട് വെട്ടാൻ, ഒരു ബൂത്തിൽ തന്നെ ഒരു ദിവസം 50, 60, 70 വോട്ടുകൾ വരെ വെട്ടാൻ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഒരെത്തും പിടിയുമില്ലാതെ, ഒരു രൂപവുമില്ലാതെ RSSകാർ ജീവിച്ചിരിക്കുന്ന ആളുകളെ, അതുപോലെ തന്നെ ഇവിടെ സ്ഥിരതാമസമായ ആളുകളെ, അതല്ലെങ്കിൽ ഇവിടേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആളുകളെ, അതല്ലെങ്കിൽ ഇവിടെ മറ്റു മാർഗങ്ങളിൽ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഘടന നോക്കി, മതം നോക്കി, അതല്ലെങ്കിൽ പേര് നോക്കി വോട്ട് നീക്കം ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അതിന് കൂട്ടുപിടിക്കാനാണ്, അതിന് കുടപിടിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന വില്ലേജ് ഓഫീസർ മുതൽ ഡെപ്യൂട്ടി കളക്ടർ മുതൽ അങ്ങനെ തുടങ്ങിയ ഏറ്റവും താഴെത്തട്ടിലെ BLO വരെ ശ്രമിക്കുന്നതെങ്കിൽ ഈ വില്ലേജ് ഓഫീസറോടും BLOമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ സർക്കാർ സർവീസിൽ സുഖിച്ചിരിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് ഈ സന്ദർഭം സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശമാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. ആ മഹായുദ്ധത്തിലെ മഹാ ആയുധമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ വജ്രായുധമാണ് ഓരോ പൗരന്റെയും സമ്മതിദാനാവകാശം. ആ സമ്മതിദാനാവകാശം ഇല്ലാതാക്കുന്ന, ആ സമ്മതിദാനാവകാശം നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്.
അങ്ങനെ ആരെങ്കിലും അതിന് കൂട്ടുനിന്ന് മുന്നോട്ട് പോകാൻ വന്നാൽ അവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും വെച്ചു പൊറപ്പിക്കുകയില്ല എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു ജനാധിപത്യ പോരാട്ടമാണ്. ജനത്തിന്റെ സ്വാതന്ത്ര്യവും പൗരാവകാശവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിനാണ് തളിക്കുളത്ത് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്നത്. അന്യായമായി ഫോറം 7 വാങ്ങിവെച്ച് ആരെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന്